ഈ കാണുന്ന ക്രീമുകളൊക്കെ യൂസ് ചെയ്ത് പണി കിട്ടിയിരിക്കുകയാണോ, അതല്ലെങ്കിൽ ഈ ക്രീമുകളൊക്കെ യൂസ് ചെയ്യണോ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണോ എങ്കിൽ നിങ്ങളിത് കറക്റ്റ് വീഡിയോയിലാണ് വന്നിട്ടില്ലേ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരാൻ പോണത് ഗ്ലൈക്കോളിക് ആസിഡിനെ കുറിച്ചിട്ടാണ്. ഇതൊരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആട്ടോ. നമ്മൾ സ്കിൻ കെയറിലൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് നമ്മുടെ സ്കിന്നിനെ നല്ലതായിട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാനും ഒരുപാട് നമ്മുടെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സും അതുപോലെ കുരുക്കളും പാടുകളും ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ്. പക്ഷേ കറക്റ്റായിട്ടല്ല നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് ഇരട്ടിപ്പണിയാവാനാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതാണ്. പിന്നെ ഞാനിതൊരു സീരീസ് പോലെ ചെയ്യുന്നതാണ് കേട്ടോ. ഇതിനു മുമ്പ് നമ്മൾ വിറ്റമിൻ സി, നയാസിനമൈഡ്, കോജിക് ആസിഡ്, അങ്ങനെ സാലിസിലിക് ആസിഡ് അതൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അതിൻ്റെ പ്ലേ ലിസ്റ്റ് ഇവിടെ കൊടുത്തേക്കാം, നിങ്ങൾ കണ്ടു നോക്ക്. നിങ്ങൾ ഇങ്ങനത്തെ ഏതെങ്കിലും ആക്റ്റീവ്സ് യൂസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ മേടിക്കണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ ഗ്ലൈക്കോളിക് ആസിഡ് എന്തിനാണ് യൂസ് ചെയ്യണമെന്നുള്ളത് നോക്കാം. ഈ ഗ്ലൈക്കോളിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിനൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യും. അതായത് നമ്മുടെ ഫേസിൽ ഈ കാണുന്ന ടോപ്പ് സ്കിന്നില്ലേ, അതായത് ഈ പാമ്പിൻ്റെ ഒക്കെ പടമൊഴിയുന്ന പോലെ നമ്മളുടെ സ്കിന്നും അങ്ങനെ പൊഴിയാറുണ്ട്. അത് പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ, വളരെ കുറച്ച് അളവിലാണ് കുറയുക. ഇങ്ങനത്തെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഈ പൊഴിയുന്നതിൻ്റെ സ്പീഡ് കൂടും. അതായത് ഇപ്പോൾ ഒരു 28 ദിവസം കൂടുമ്പോൾ കൊഴിയുന്നതാണ്. നമ്മൾ ഈ സാധനം ഇടുമ്പോഴേക്ക് അത് ഒരാഴ്ചയോ രണ്ടാഴ്ചയോ കൊണ്ടിട്ട് കൊഴിയുമ്പോൾ എന്താ നമുക്ക് ഗുണം, നമ്മുടെ ഈ ഫേസിൻ്റെ പുറമെ എന്തെങ്കിലും പാടുകൾ ഉണ്ടെങ്കിൽ ആ പാടുകൾ കൂടെ അതിൻ്റെ കൂടെ പോകും. അതാണ് ഈ ഒരു ഗ്ലൈക്കോളിക് ആസിഡിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മുടെ സ്കിന്നിനെ ഒന്ന് സർഫസ് ചെയ്യും. ഇപ്പം തരിതരിപ്പുകളുണ്ട്, ഇല്ലെങ്കിൽ ബ്ലാക്ക് ഹെഡ് വൈറ്റ് ഹെഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടാൻ ആയിട്ടിരിക്കുകയാണ്, അതൊക്കെ അതിൻ്റെ കൂടെ ആ പോണ തൊലിയുടെ കൂടെ തന്നെ പോകും. തൊലി പോകുന്നുണ്ടെങ്കിൽ പൊളിഞ്ഞ് പിഞ്ചി പോകുന്നതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ അറിയാണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പയ്യനായിട്ട് പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്കിന്നിൽ ഭയങ്കര പോഴ്സ് ഉള്ള ആളുകളാണ്, അതല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഡാർക്ക് സ്പോട്ട്സ് ഉണ്ട്, അതും അല്ലെങ്കിൽ ഒരുപാട് ഓയിൽ പ്രൊഡക്ഷൻ ഉണ്ട്, ഒത്തിരി ടാൻ ആയിട്ടിരിക്കുകയാണ്, അണീവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ. അതായത് ഇപ്പോൾ ടാനൊക്കെ അടിക്കുമ്പോൾ മിക്കവർക്കുള്ള ഒരു ഇഷ്യൂ, അല്ലെങ്കിൽ നെറ്റീവിൽ ഭയങ്കര ഡാർക്ക് കളറും ബാക്കി കളറും ഒരേപോലെ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ മാത്രം കളർ വ്യത്യാസങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ മാറും. അതൊക്കെ മാറി നന്നായിട്ട് ഈവൻ ടോൺ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നിങ്ങൾക്ക് ഭയങ്കര ആക്നി പ്രോൺ സ്കിന്നാണ്, ആ ആക്നിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ആക്നീസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലുള്ള ആക്നീസ് കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മൊത്തത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്തത് ഇങ്ങനെ എന്താ പറയുക, ടെക്സ്ചർനെസ് ഉണ്ടെങ്കിൽ അത് മാറും. ഈ ടെക്സ്ചർനെസ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ പറയുക, നമ്മൾ ഈ മൂക്കിൽ നിങ്ങൾ ഇപ്പോൾ തൊട്ട് നോക്കും, മൂക്കിൽ നിങ്ങൾ എല്ലാവരും മൂക്കിൽ തൊടുമ്പോൾ ഇങ്ങനെ ഒരു കുരു അങ്ങനത്തെ ഒരു സാധനം തോന്നല്ലേ, ഇല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ തൊടുമ്പോൾ ഒരു കുരു ഇല്ലെങ്കിൽ മൊത്തത്തിൽ നമുക്കിങ്ങനെ മുഖത്തുകൂടെ കൈ ഓടിക്കുമ്പോൾ സോഫ്റ്റ് അല്ല, ഇങ്ങനെ ഇച്ചിരി പരുപര് അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് അടിപൊളിയായിട്ടുള്ളതാണ്. നിങ്ങൾ യൂസ് ചെയ്ത ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ ഫേസിൽ ആ ഒരു ടെക്സ്ചർനെസ് ഇമ്പ്രൂവ് ആയിട്ടുള്ളത് അറിയാനായിട്ട് പറ്റും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഗ്ലൈക്കോളിക് ആസിഡ് നിങ്ങളുടെ അണ്ടർ ആം ഡാർക്ക്നെസ്സിന് യൂസ് ചെയ്യാം കേട്ടോ. ടോണർ ഫോമിലുള്ളത് അണ്ടർ ആം ഡാർക്ക്നെസ് കുറയ്ക്കും. എന്ന് വെച്ചാൽ അവിടെയുള്ള ടോപ്പ് ലെയറിലെ സ്കിന്നിനെ കളയും. അതുപോലെ മുട്ടിന് കറുപ്പുണ്ട്, ഇല്ലെങ്കിൽ കഴുത്തിന് കറുപ്പുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഗ്ലൈക്കോളിക് ആസിഡ് നല്ലതാണ്. ഇനി ഞാൻ പറയുന്നത് ഇത് ആരൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ കുറേ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു ക്രീമൊക്കെ തന്നെ യൂസ് ചെയ്തിട്ട് അവരുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് പീലായി, ഭയങ്കര ഫോട്ടോ സെൻസിറ്റീവായി, അല്ലെങ്കിൽ ഭയങ്കര റെഡ് ആയിട്ടിരിക്കുകയാണ്, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉള്ളതുപോലെ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചിലപ്പോൾ അവരുടെ സ്കിന്നിന് ചേരണ പ്രോഡക്റ്റ് ആയിരിക്കില്ല യൂസ് ചെയ്തത്, അതല്ലെങ്കിൽ ഡോക്ടറോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്തതിനെക്കാട്ടിലും കൂടുതൽ നാൾ അവർ യൂസ് ചെയ്തിട്ടുണ്ടാകും, അതല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ആഫ്റ്റർ കെയർ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടിട്ട് ഇങ്ങനെ നമുക്ക് സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ സ്കിന്നിൽ ഇഷ്യൂസ് വരാം. അപ്പോൾ ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ പറയാം. നമ്പർ 1, നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ. എങ്ങനെ നമുക്കറിയാം നമ്മുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിട്ടുണ്ടോയെന്ന്? നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ഉണ്ട്, എന്നാൽ നിങ്ങൾക്ക് നിറയെ ആക്നീസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു 60 to 70% നിങ്ങളുടെ സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഈ ഡ്രൈനെസ്, എക്സ്ട്രീം ഡ്രൈനെസ്സും അതിൻ്റെ കൂടെ ആക്നീസും കൂടിയിട്ട് വരുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ അതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണം അതിന് മുമ്പേ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പെട്ടെന്നാണ് ഡ്രൈയും അതുപോലെ ആക്നീസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ ബാരിയർ കോംപ്രമൈസ്ഡ് ആയതിൻ്റെ ഒരു ലക്ഷണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എക്സ്ഫോളിയേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഗതികൾ യൂസ് ചെയ്യരുത്. നിങ്ങൾ യൂസ് ചെയ്യണം ഫേസ് വാഷ് പോലും സ്റ്റോപ്പ് ചെയ്യണമെന്നാണ് ഞാൻ പറയുക. ഒരാഴ്ചത്തേക്ക് നിങ്ങൾ ഒന്ന് ഫേസിലിടരുത്, മേക്കപ്പ് യൂസ് ചെയ്യരുത്, ഫേസ് വാഷ് ചെയ്യണത് യൂസ് ചെയ്താൽ നോർമൽ നമ്മുടെ സ്കിന്നിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യണ ഓയിലില്ലേ, ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യണ പോലെ ഫീൽ ചെയ്യുമായിരിക്കാം. പക്ഷെ അതൊരു 3-4 ദിവസം കഴിയുമ്പോഴേക്കും കൺട്രോൾഡ് ആവും. അപ്പം അങ്ങനെ തന്നെ നമ്മുടെ ആ ഒരു നാച്ചുറൽ സിബം വന്ന് നമുക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ടാക്കണം. അങ്ങനെ നിങ്ങൾ ഒരാഴ്ചയോ 1.5 ആഴ്ചയോളം കംപ്ലീറ്റ് പ്രോഡക്റ്റ് യൂസ് ചെയ്യണത് ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ട് നോർമൽ പ്ലെയിൻ വാട്ടർ യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്യുക.
അങ്ങനെ നിങ്ങളുടെ സ്കിൻ ബാരിയറിനെ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് പിന്നെ എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്ത് മാറ്റാം. പക്ഷേ ഇത് ബാരിയർ പോയി കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീംലി ഡ്രൈ ആകും, അതുപോലെ തന്നെ പിമ്പിൾസ് കൂടും, ചെറിയ ചെറിയ തരിതരിപ്പുകൾ വരാം, പീലിംഗ് വരാം, റെഡ്നെസ് വരാം. ഇപ്പം ഇങ്ങനെ ഈ ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിങ്ങൾ വെറുതെ നിൽക്കുകയാണ്, ട്യൂബ് ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡള്ളായി പോകാം. അപ്പോൾ അതുകൊണ്ട് ഈ ബാരിയർ കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ യൂസ് ചെയ്യരുത്. പിന്നെ സെൻസിറ്റീവ് സ്കിൻ, ഈ സ്കിൻ ബാരിയർ ഡാമേജും സെൻസിറ്റിവിറ്റിയും ഒക്കെ ഏകദേശം കണക്റ്റഡാണ്. എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും ഇഷ്യൂ വരുന്ന ആളുകൾ, ഒന്നും അവർക്ക് ചേരില്ല, അങ്ങനെ പെട്ടെന്ന് അലർജീസ് ഒക്കെ വരുന്ന അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് എന്നല്ല വേറെ രീതിയിലുള്ള ഒരു ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഉള്ള സംഗതികൾ യൂസ് ചെയ്യരുതെന്ന് ഞാൻ പറയാം. അതൊക്കെ നമുക്ക് പെട്ടെന്ന് ഇറിറ്റേഷൻ ഉണ്ടാക്കും നമ്മുടെ സ്കിന്നിൽ. പിന്നെ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇത്ര ഒരുങ്ങി കിട്ടി വന്നിരിക്കുന്നത് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ മേക്കപ്പ് ലുക്ക് ഷൂട്ട് ചെയ്തതാണ്. എന്തിൻ്റെ മേക്കപ്പ് ലുക്കാണെന്ന് ഗസ് ചെയ്യാമോ? ഇല്ല, ഞാൻ ഈ സാധനമൊക്കെ മാറ്റി ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മേക്കപ്പ് ലുക്ക് ഇല്ല, അതാണ് ഞാൻ ചെയ്തു തന്നെ. മുടിയൊക്കെ സ്ട്രൈറ്റ് ചെയ്ത് എത്ര നാൾക്ക് ശേഷം ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്തിരുന്നോ? കുറേ നാൾക്ക് ശേഷമാണ് എൻ്റെ മുടി സ്ട്രൈറ്റ് ചെയ്തത്. കുറേ നാൾ കഴിഞ്ഞ് സ്ട്രൈറ്റ് ചെയ്തുകൊണ്ടാണെന്നുണ്ട് എൻ്റെ മുടി ഹെൽത്തി ആയി കണ്ടോ. മറ്റേ ഞാൻ മുടി സ്ട്രൈറ്റ് ചെയ്ത മുടി ഇങ്ങനെ കിടക്കുമായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഒക്കേഷൻ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ എൻ്റെ മുടി മൊത്തത്തിൽ പോകുമെന്ന്. ഇപ്പം ഞാൻ അതുകൊണ്ട് ഹെൽത്തി ഹെയർ കെയർ, നാച്ചുറൽ ഹെയർ കെയർ ആണ് ചെയ്യണേ. അതുകൊണ്ട് മുടി അത്യാവശ്യം കുഴപ്പമില്ലാതിരിപ്പുണ്ട്. ഓക്കെ, പിന്നെ നിങ്ങൾ ഓൾറെഡി റെറ്റിനോള്, വിറ്റമിൻ സിയോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാലിസിലിക് ആസിഡോ ഏത് രീതിയിലുള്ള വേറെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ അതിൻ്റെ കൂടെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യരുത്. അറ്റ് എ ടൈം 1 ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് യൂസ് ചെയ്യാനാണ് ഞാൻ പറയുക. കൂടുതൽ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിനത് അത്ര എടുക്കാൻ ചിലപ്പോൾ പറ്റണമെന്നില്ല. ചിലവർക്ക് പറ്റും, ചിലവർക്ക് പറ്റണമെന്നില്ല. തിൻ സ്കിന്നുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇറിറ്റേഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നോക്കിയിട്ട് യൂസ് ചെയ്യുക. ഒരുപാട് ആക്റ്റീവ്സ് അറ്റ് എ ടൈം യൂസ് ചെയ്യാണ്ടിരിക്കും. പിന്നെ നിങ്ങൾ എന്തെങ്കിലും കോസ്മെറ്റോളജി ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നുണ്ട്, അതായത് PRPയോ അതല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്കിന്നിലുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ ഗ്ലൈക്കോളിക് ആസിഡ് യൂസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ബെറ്റർ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഫേസിൽ എന്തെങ്കിലും മുറിവുകളുണ്ട്, ഇപ്പോൾ കുരു വന്നിരിക്കുകയാണെങ്കിൽ കുരു പൊട്ടിയിരിക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ പൊട്ടിയിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഇത് ഇടരുത്. അപ്പോൾ അങ്ങനെ കട്ടുകളോ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉള്ള ഫേസ് ആണെന്നുണ്ടെങ്കിൽ ഇടരുത്. പിന്നെ നിങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ അലർജികൾ ഉണ്ടാകുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യരുത്. പിന്നെ നിങ്ങൾ വെയിലത്ത് കൊണ്ട് ടാനായി ബേൺഡായിട്ട് വന്നിരിക്കുകയാണെന്നുണ്ടെങ്കിലും ഉടനെ നിങ്ങളിത് യൂസ് ചെയ്യരുത്. ഒന്ന് സെറ്റായതിന് ശേഷം വേണം നിങ്ങളിത് യൂസ് ചെയ്യാനായിട്ട്. ഭയങ്കര ബേൺഡായിട്ട് ഇരിക്കുന്ന സ്കിന്നിൽ നിങ്ങൾ ഗ്ലൈക്കോളിക് ആസിഡ് ഇട്ട് കഴിഞ്ഞാൽ ഒന്നും കൂടി നമ്മുടെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ യൂസ് ചെയ്യരുത്. ഓൾറെഡി ടാനൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റുമല്ലോ ഇങ്ങനെ ബേൺഡ് ആയിട്ടിരിക്കുന്നതും അല്ലാതെ നോർമൽ ആയിട്ടുള്ള ടാൻ ആയിട്ടിരിക്കുന്ന സ്കിന്നും എങ്ങനെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് വേണം നിങ്ങൾ ഇടാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾ പ്രഗ്നൻറ്റ് ആൻഡ് ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യരുത്. ഇത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും ഞാൻ ഒന്നും കൂടി പറയാം. നിങ്ങൾ പ്രഗ്നൻറ്റ് ലേഡീസ് എപ്പോഴും എന്ത് പ്രോഡക്ട്സ് സ്കിന്നിൽ, ബോഡിയിൽ അകത്തോട്ട് എടുക്കുന്നത്, ഹെയറിൽ വരെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത്, നിങ്ങളുടെ വിശ്വാസമുള്ള ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് അവർ റെക്കമെൻഡ് ചെയ്യുന്ന പ്രോഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക. കാരണം നമ്മൾ ഈ യൂസ് ചെയ്യുന്ന ഓൾമോസ്റ്റ് എല്ലാ പ്രോഡക്ട്സിനകത്തും കെമിക്കൽസ് ഉണ്ട്, നമ്മുടെ ചുറ്റിനും കെമിക്കൽസ് ഉണ്ട്, അത് സത്യം. അതല്ലാതെ തന്നെ ഇപ്പോൾ നമ്മൾ സിറം യൂസ് ചെയ്തു, ഈ സിറം നമ്മുടെ സ്കിന്നിനകത്ത് കൂടെ ബ്ലഡ് സ്ട്രീമിലോട്ട് പോകാം. അളവ് വളരെ കുറവായിരിക്കും, പക്ഷെ നമ്മുടെ കുഞ്ഞിനെ നമ്മൾ റിസ്ക് ചെയ്യണം. അപ്പോൾ അങ്ങനെ അബ്സോർപ്ഷൻ ഉള്ളത് കൊണ്ട് എല്ലാവരും പറയുക പ്രഗ്നൻസി ടൈമിൽ ഇത് യൂസ് ചെയ്യരുത്. ഓൾമോസ്റ്റ് മിക്ക ആക്റ്റീവ് ഇൻഗ്രീഡിയൻസും യൂസ് ചെയ്യാത്തതാണ് നല്ലത് ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന ടൈമിൽ. കാരണം നമ്മുടെ ബ്ലഡിൽ അബ്സോർബ് ആയി കഴിഞ്ഞാൽ അത് നമ്മളുടെ ബോഡിയിലോട്ട് വരും അല്ലേ. നമ്മൾ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോഴേക്കും അതിലൂടെ കുട്ടി പാൽ കുടിക്കുമ്പോഴേക്കും കുട്ടിയിലോട്ട് എത്തും. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ കുട്ടി നമ്മുടെ ഇതെല്ലാം തന്നെയാണല്ലോ എടുക്കുക, അപ്പോൾ കുട്ടിയിലോട്ടും അത് വരും. അതുകൊണ്ട് പ്രഗ്നൻറ്റും ബ്രസ്റ്റ് ഫീഡിങ്ങും ആയിട്ടുള്ള ആളുകൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഡോക്ടേഴ്സിനൊക്കെ കൺസൾട്ട് ചെയ്തതിന് ശേഷം വേണം യൂസ് ചെയ്യാൻ വേണ്ടി. ഇനി ഈ ഗ്ലൈക്കോളിക് ആസിഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത് പറയാം. ഗ്ലൈക്കോളിക് ആസിഡ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫേസ് നന്നായിട്ട് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര സ്ട്രിപ്പ് ചെയ്ത് പോണ പോലെ ഭയങ്കര എന്താ പറയുക ക്വിക്കി ക്ലീൻ, അങ്ങനെ ക്ലീൻ ആയിട്ടുള്ള ഫേസ് വാഷുകൾ യൂസ് ചെയ്യരുത്. ജെന്റിൽ ആയിട്ടുള്ള ഫേസ് വാഷ് യൂസ് ചെയ്യുക. എങ്ങനെ ജെന്റിൽ ഫേസ് വാഷ് ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫേസിൽ തൊടുമ്പോൾ ഒരു സപ്പിൾനെസ് ഉണ്ടാവണം. സപ്പിൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സോഫ്റ്റ് ആയിട്ട് ഒരുപാട് എണ്ണ പോയിട്ടുണ്ടെന്ന് നമുക്ക് ഫീൽ ചെയ്യരുത്. അങ്ങനെയാണ് നിങ്ങളുടെ ഫേസെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യണം ജെന്റൽ ക്ലെൻസർ. അപ്പോൾ അങ്ങനെ ജെന്റൽ ക്ലെൻസർ വെച്ചിട്ട് ഫേസ് വാഷ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യണമെന്ന് ആദ്യം നോക്കുക. നിങ്ങളുടെ ഡാർക്ക് സ്പോട്ട്സ് മാറ്റാനാണോ, അതോ നിങ്ങളുടെ ആ ഒരു തരിതരിപ്പ് മാറ്റാനാണോ, അതോ ടാൻ റിമൂവ് ആക്കാനാണോ? ഇതിന് മൂന്നിനുമാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ടാൻ റിമൂവ് ആക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിൽ ഫുൾ ടാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 or 2 ഡ്രോപ്പ്, ഓക്കെ, ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ഇത്ര അതിൻ്റെ ആ ഒരൊറ്റ പമ്പല്ല ഞാൻ ഉദ്ദേശിച്ചത്,
ഒരു ചെറിയ വലിപ്പത്തിൽ. കാരണം ഈ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഒത്തിരി യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യമേ നിങ്ങൾ കുറച്ച് യൂസ് ചെയ്യുക. യൂസ് ചെയ്ത് നോക്കാം, ഓക്കെ എനിക്ക് ചേരുന്നുണ്ടോ, എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടോ, എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടോ നോക്കാം. എന്നിട്ട് നിങ്ങൾ കൂട്ടുക. ആദ്യമേ തന്നെ നമ്മൾ ഒരുപാട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിന് അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് ഇറിറ്റേഷൻ ഉണ്ടാവും. എനിക്ക് ഇതാരും പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ ഈ ഈ പ്രോഡക്റ്റിനകത്ത് പോലും അങ്ങനെയല്ല എഴുതിയിരിക്കണേ. പക്ഷെ എനിക്ക് ഇത്ര നാളത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഞാൻ യൂസ് ചെയ്ത് കുറേ പരീക്ഷണങ്ങൾ നടത്തിയതിൽ നിന്നിട്ട് എനിക്ക് മനസ്സിലായത് അതാ, നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ യൂസ് ചെയ്ത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടെന്നുള്ളത്. എന്നിട്ട് വേണം നിങ്ങൾ അതിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാനും. ക്വാണ്ടിറ്റി കൂട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇത് യൂസ് ചെയ്ത് നിങ്ങൾ റിസൾട്ട് ആയി, നിങ്ങൾക്ക് നല്ലോണം അത്യാവശ്യമൊക്കെ കുഴപ്പമില്ലാതായെങ്കിൽ സ്റ്റോപ്പ് ചെയ്യണം. സ്റ്റോപ്പ് ചെയ്യാൻ മടി കാണിക്കേ ചെയ്യരുത്. ചിലവരൊക്കെ എനിക്കറിയാം ഒരുപാട് നാളായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ബ്രാൻഡുകളും അങ്ങനെ പറയുമായിരിക്കും, കാരണം അവർക്ക് കച്ചവടം ആവണമല്ലോ. നമ്മളുടെ ബോഡി നമ്മളാണ് നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആവശ്യമുള്ള നാൾ മാത്രമേ യൂസ് ചെയ്യാം. മാറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചളഞ്ഞ് പിന്നെ യൂസ് ചെയ്യാം. പക്ഷേ ഒരു ബ്രേക്ക് എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നിന് തിരിച്ച് ഒരു നോർമൽ നാച്ചുറൽ സ്റ്റേജിലോട്ട് എത്താൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ടാൻ ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് എടുത്തിട്ട് നിങ്ങൾക്ക് ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് പിമ്പിളിൻ്റെ മാർക്കൊക്കെയാണ്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യാൻ എൻ്റെ പിമ്പിൾ മാർക്സിൻ്റെ മേലെയും അതുപോലെ മൂക്കിൻ്റെ മേലെയും നെറ്റിയിലും, വേറെ പോർഷനിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ എനിക്ക് ആവശ്യമില്ലാതെ ഇറിറ്റേഷൻ വരും. പിമ്പിൾസ് എനിക്ക് കൂടുതൽ വരണ പോലെ തോന്നും. എന്നാൽ ഞാനിങ്ങനെ സ്പോട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിസൾട്ട് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള ക്വാണ്ടിറ്റിയിൽ ആവശ്യമുള്ള നാൾ മാത്രം യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ പിമ്പിൾസിൻ്റെ ഡാർക്ക് സ്പോട്ട്സ് മാറാനാണെങ്കിൽ ഒരു ഡ്രോപ്പ് എടുക്കുക, അതിൻ്റെ മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മൂക്കിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നെറ്റിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഡാർക്ക് സ്പോട്ട്സ് മാറാനാണെങ്കിൽ, ടെക്സ്ചർ ആണെങ്കിൽ ടെക്സ്ചർനെസ് എവിടെയാണോ, ഇവിടെ നിങ്ങൾക്ക് കറുപ്പുണ്ടോ, ഇവിടെ ഇങ്ങനെ തരിതരിപ്പുണ്ടോ, അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 30 സെക്കൻഡ് അല്ലെങ്കിൽ 1 മിനിറ്റോ വെയിറ്റ് ചെയ്യുക. ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ വേണം ഇടാൻ, ഞാൻ പറഞ്ഞായിരുന്നല്ലോ അല്ലേ, നല്ല ഡ്രൈ ആയിട്ടുള്ളിടത്ത് വേണം ഇടാൻ. വാട്ടറായിട്ട് ഇത് കോണ്ടാക്റ്റിൽ വന്നാൽ ഇതിൻ്റെ ഒരു എഫക്റ്റ് പോകും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഡ്രൈ ആയിട്ടുള്ള ഫേസിൽ വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് ഒരു 30 സെക്കൻഡ്സോ അല്ലെങ്കിൽ 1 മിനിറ്റോ വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം മസ്റ്റായിട്ട് മോയ്സ്ചറൈസർ ഇടുക. മോയ്സ്ചറൈസർ ഇടുമ്പോൾ റെറ്റിനോളുള്ള മോയ്സ്ചറൈസർ യൂസ് ചെയ്യരുത്, വിറ്റമിൻ സി ഉള്ള അങ്ങനെ വേറെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസുമായിട്ട് മിക്സ് ആക്കരുത്. മോയ്സ്ചറൈസറിലൊക്കെ ഉള്ള ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് വളരെ കുറവായിരിക്കും. പക്ഷെ എന്നാൽ പോലും നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. നോർമലായിട്ടുള്ള ഹൈലറോണിക് ആസിഡോ അതല്ലെങ്കിൽ സെറാമൈറ്റ്സോ നോർമൽ ആ ഒരു ഇതിലുള്ള വേണമെങ്കിൽ നിങ്ങൾക്ക് സെറാമൈറ്റ്സിൻ്റെ കൂടെ ഇച്ചിരി വിറ്റമിൻ സി അങ്ങനെയൊക്കെയുള്ള വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷെ ഒരുപാട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് റെറ്റിനോൾ ഉള്ള അതിൻ്റെ പെർസെൻറ്റേജ് കൂടുതലുള്ളതൊന്നും ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാത്തതാണ് നല്ലത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക, അത്യാവശ്യം നല്ല മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇത് രാത്രി മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. മിക്ക ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ നിങ്ങൾ രാത്രിയിൽ യൂസ് ചെയ്യാനാണ്. പകൽ യൂസ് ചെയ്ത് കഴിയുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ വെയിലത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും എങ്ങനെ വന്നാൽ ഈ ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് റിയാക്റ്റ് ആവുന്നല്ല, നമ്മുടെ സ്കിന്നിന് കുറച്ച് സെൻസിറ്റീവ് ആയിരിക്കും. അപ്പോൾ പെട്ടെന്ന് ടാൻ ആവും. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. അപ്പോൾ അതിന് ആ ഒരു 8 അവർ കിട്ടും ഫേസിൽ നിന്ന് ഇതാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾ രാത്രിയിൽ മാത്രം, സ്പെഷ്യലി ഗ്ലൈക്കോളിക് ആസിഡ് രാത്രിയിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പകൽ വെളിയിൽ പോകുമ്പോഴേക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങൾ വെളിയിലല്ല വീട്ടിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക, ആക്റ്റീവ് ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ. അതല്ലെങ്കിൽ വീട്ടിനകത്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയില്ല. അതല്ലാതെ നിങ്ങൾ വെളിയിൽ പോകുമ്പോഴേക്കും മസ്റ്റായിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ ഡാർക്ക് സ്പോട്ട് ഇപ്പോൾ വെറുതെ പുറത്ത് വരെയാണ് പോകണുള്ളൂ എന്നാണെങ്കിൽ പോലും നിങ്ങൾ ഡാർക്ക് സ്പോട്ട്സിൻ്റെ മേലെ ഇട്ടേക്കണമെങ്കിൽ ആ മേലെ മാത്രം ഇടുക. അതല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആ ഭാഗം വീണ്ടും പിഗ്മെൻറ്റേഷൻ കൂടും ഈ സൺലൈറ്റ് കൊള്ളുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് സൺസ്ക്രീൻ യൂസ് ചെയ്ത് പ്രൊട്ടക്ട് ചെയ്യണം. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് കുറച്ച് പ്രോഡക്റ്റ് റെക്കമെൻഡേഷൻ ആയാലോ. വീഡിയോ വലുതായി പോയെന്ന് തോന്നണം. ഞാൻ എത്ര ചുരുക്കാൻ നോക്കിയാലും പണ്ടാരം വീഡിയോ വലുതായി പോകും. ഇല്ലെങ്കിൽ ഇത് 2 വീഡിയോ ആക്കണോ? ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തേക്കാം. ഇത് കാണുന്നവരെന്തായാലും ഗ്ലൈക്കോളിക് ആസിഡിനെ കുറിച്ച് അന്വേഷിച്ച് വരുന്നവരായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ. അപ്പോൾ പ്രോഡക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ ടോണേഴ്സ് നിങ്ങൾക്ക് ഈ കാണുന്ന ഓർഡിനറിയുടെ ടോണർ നല്ലതാണ്. ഇത് നിങ്ങൾക്ക് അണ്ടർ ആമിലും അതുപോലെ കൈൻ്റെ ഇവിടെ ഒക്കെ യൂസ് ചെയ്ത് കുറച്ച് എക്സ്പെൻസീവ് 1000 സംതിങ് ഉണ്ട്. ഇനി നിങ്ങൾക്ക് അത് എക്സ്പെൻസീവ് ആയിട്ട് ഫീൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മിനിമലിസ്റ്റിൻ്റെ യൂസ് ചെയ്യാം. ഇതും അത്യാവശ്യം നല്ലതാണ്. പിന്നെ പിക്സിയുടെ ഉണ്ട്. ഇതും ഒരു എക്സ്ഫോളിയേറ്റിംഗ് കൈൻഡ് ഓഫ് ഒരു ഇൻഗ്രീഡിയൻ്റ് ഉള്ള ടോണറാണ്. ഇത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഇങ്ങനൊരു എക്സ്ഫോളിയേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ. ഇനി നിങ്ങൾ സിറം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോറിയൽ പാരിസിൻ്റെ ഈ ഒരു ഗ്ലൈക്കോളിക് സിറം നല്ലതാണ്. അതുപോലെ ഡോക്ടർ ഷെത്തിൻ്റെ ഈ ഗുലാബി ആൻഡ് ഈ ഒരു ഗ്ലൈക്കോളിക് സിറം നല്ലതാണ്. പിന്നെ 1-2 ഓപ്ഷൻസ് ഞാനിവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്. ഇനി നിങ്ങൾ ക്രീമാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗ്ലൈക്കോ 6 ക്രീം നല്ലതാണ്. ഇതുണ്ടല്ലോ, ഇതിൻ്റെ ചെറിയ അളവിലുള്ള നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ
നിങ്ങൾ കൂടുതൽ നാൾ യൂസ് ചെയ്യരുത്. സ്കിന്നിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ആവശ്യമില്ലാതെ യൂസ് ചെയ്യരുത്. ആവശ്യമില്ലാതെ യൂസ് ചെയ്താൽ നമ്മുടെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആവും. പിന്നെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് ഇത് കുളമായി, ഈ പ്രോഡക്റ്റ് കാരണം നമ്മൾ പ്രോഡക്റ്റ് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ യൂസ് ചെയ്യും, നമ്മൾ നല്ലോണം കറക്റ്റിന് നോക്കി നമുക്ക് ചേരുന്നതാണോ, എൻ്റെ സ്കിന്നിന് ഇപ്പോൾ ഇത് എടുക്കാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ക്രീമാണെന്ന് നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ക്രീം യൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ പീലുകളാണ് നോക്കണേ. പീലും സിറോക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പീലാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എക്സ്ഫോലിയേഷൻ കൂടുതൽ കിട്ടും. അതായത് ഈ ഒരു ബയോഡേമയുടെ ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഭയങ്കര ജെൻറ്റൽ ആയിട്ടുള്ളതാണ്. ഇത് നല്ലൊരു പീലാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡോട്ട് ആൻഡ് കിഡി ഒരു എക്സ്ഫോലിയേറ്റിംഗ് ഇത് യൂസ് ചെയ്യാം. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പീലിംഗ് സൊല്യൂഷൻ ഇത് നല്ലതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഓർഡിനറിയുടെ യൂസ് ചെയ്യാം. ഈ AHA എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്ലൈക്കോളിക് ആസിഡാണ്. ഇത് കുറച്ചും കൂടി സ്ട്രോങ് ആണ്. അപ്പം നിങ്ങൾക്ക് കാലിൽ, മുട്ടിൽ, കാൽപാദത്തിൽ അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ ഭയങ്കര കട്ടിയായിട്ടുള്ള സ്കിന്നൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് എക്സ്ഫോലിയേറ്റ് ചെയ്യാനായിട്ട് നല്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഈ പീല് യൂസ് ചെയ്യാം. ഫേസിൽ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരിക്കലോ അങ്ങനെയൊക്കെ മാത്രമാണ് ഇങ്ങനത്തെ പീല് യൂസ് ചെയ്യാം. പക്ഷേ ഈ ബയോഡേമയുടെ പീലില്ല, അതിനകത്ത് പെർസെൻറ്റേജ് ഭയങ്കര കുറവാട്ടോ. 10-15% എന്തോ ആണ് 15 ഇല്ലാന്ന് തോന്നുന്നു, 10 ഭയങ്കര കുറവ്. അതും അതിൻ്റെ കൂടെ തന്നെ വേറെയും ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അതെനിക്ക് തോന്നുന്നു ആഴ്ചയിൽ ഒരു തവണ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു പീല് യൂസ് ചെയ്യാം. മറ്റേ പീലൊക്കെ കുറച്ചും കൂടി സ്ട്രോങ് ആണ് കേട്ടോ. ഈ ഓർഡിനറിയുടെ അതൊക്കെ 30% ഉണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി പെർസെൻറ്റേജ് കൂടുതലുള്ളത് മാസത്തിലൊരിക്കലും ആവശ്യമെങ്കിൽ മാത്രം യൂസ് ചെയ്തിരുന്നാൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് യൂസ് ചെയ്യണം എൻ്റെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ട് അങ്ങനെ ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആക്നി പ്രോൺ സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നാണ്, കൂടുതലൊരു ഓയിൽ നേച്ചറാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോണർ, സിറം, പീൽ ഈ 3 സംഗതികൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇത് 3ഉം കുറച്ചും കൂടി ആക്നി പ്രോൺ സ്കിന്നുള്ളവർക്ക് നല്ലതാണ്. ഇതിൽ തന്നെ ടോണർ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ലൈറ്റ്, അതിലൊക്കെ 6%, 8% ഈ പെർസെൻറ്റേജ് നോക്കണം കേട്ടോ. ഗ്ലൈക്കോളിക്കിൻ്റെ അത്രയ്ക്ക് ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഓൾ ഓവർ ബോഡി യൂസ് ചെയ്യാം, അണ്ടർ ആം യൂസ് ചെയ്യാം, ചിലവർ സ്കാൽപ്പിൽ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഫുൾ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും ടോണേഴ്സ്. അപ്പോൾ അത് ഇത്തിരി ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് സ്റ്റാർട്ടിങ് ആയിട്ട് വേണമെച്ചാൽ നിങ്ങൾക്ക് ഈ ടോണർ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ സിറം യൂസ് ചെയ്യുമ്പോൾ ഒരു മിഡിൽ, സിറത്തിനകത്ത് കുറച്ചും കൂടി പെർസെൻറ്റേജ് കൂടുതലാണ്, ഇത്തിരി കൂടി അബ്സോർപ്ഷൻ കൂടുതലാണ്, കുറച്ചും കൂടി റിസൾട്ട് കാണിക്കുന്നത് ഫാസ്റ്റ് ആയിരിക്കും. ഇനി ഏറ്റവും ലാസ്റ്റാണ് നിങ്ങൾ പീൽ യൂസ് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്ത് ഒക്കെ ശീലമായി കഴിഞ്ഞ് സ്കിന്നൊക്കെ അത്യാവശ്യമൊക്കെ എടുക്കുന്നൊക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പീല് യൂസ് ചെയ്യുക. അത് മാസത്തിലൊരിക്കലും മാത്രം. ഓക്കെ, അങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുക. ഇനി ക്രീം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഡ്രൈ സ്കിൻ ടൈപ്പ് ഉള്ളവർ, ക്രീമിന് എന്താണെന്ന് വെച്ചാൽ സിറത്തിനെക്കാട്ടിലും അബ്സോർബ് ആണ് കുറവാണ്. കാരണം അതിൻ്റെ മോളിക്യൂൾ സൈസും അല്ല. ക്രീമും നമ്മൾ സിറവും കൂടി ഇടുമ്പോൾ സിറം ഇച്ചിരി വെള്ളം പോലെ, ക്രീം ഇത്തിരി തിക്കുമല്ലേ. അപ്പോൾ തിക്കാണ് സാധനം അബ്സോർബ് ആവാൻ ഇത്തിരി പാടല്ലേ. അപ്പോൾ അത് അങ്ങനെ ഒരു ഇതുണ്ട് ക്രീമിന്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡ്രൈ സ്കിൻ, പിന്നെ ഇതൊരു വാക്സി ടെക്സ്ചർ ആയതുകൊണ്ട് ഓഫ് കോഴ്സ് ഡ്രൈ സ്കിൻ ഉള്ളവർക്കായിരിക്കും ആ ഒരു ടെക്സ്ചർ നല്ലത്. അപ്പോൾ നിങ്ങൾ ഡ്രൈ സ്കിന്നുള്ളവർ, അതുപോലെ തന്നെ മെച്യൂർഡ് സ്കിന്നുള്ളവർ, പിന്നെ നിങ്ങളുടെ കോമ്പിനേഷൻ സ്കിന്നാണ് എന്നാൽ കുറച്ച് ഡ്രൈനെസ് ആണ് കൂടുതലുള്ളത്, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾക്ക് ക്രീംസ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ നിങ്ങൾ ഇങ്ങനെ ഗ്ലൈക്കോളിക് സിറം യൂസ് ചെയ്യാൻ പേടിയാണ് വെച്ചാൽ അത് ഒത്തിരി പെർസെൻറ്റേജ് ഉണ്ടല്ലോ, അങ്ങനെ പേടിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ഒരു ലൈറ്റ് എന്നല്ല, ഇത്രയും കൂടെ അബ്സോർബ് ആവുന്നത് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ വരുന്ന സൈഡ് എഫക്റ്റും കുറവായിരിക്കും, അതുകൊണ്ട് എഫക്റ്റും കുറവായിരിക്കും. അപ്പോൾ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രീംസ് യൂസ് ചെയ്യാം. പിന്നെ ഈ ക്രീം തന്നെ എനിക്ക് 12% അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ഫാർമസി പ്രോഡക്ട്സ് ആകുമ്പോൾ അത് ഭയങ്കര പോട്ടൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഫാർമസി പ്രോഡക്ട്സ് നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴേക്കും വളരെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ കൗണ്ടർ ടോപ്പിലുള്ള നമുക്കിങ്ങനെ മേടിക്കാൻ കിട്ടുന്ന പ്രോഡക്റ്റ് ഇല്ലേ, ഇപ്പോൾ ഈ ലോറിയൽ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഈ നൈക്കീന്നും ആമസോൺ അങ്ങനെയൊക്കെ മേടിക്കാൻ കിട്ടുന്ന പ്രോഡക്റ്റ്, നമ്മൾ ഫെമിലിയർ ആയിട്ടുള്ള അങ്ങനത്തെ പ്രോഡക്ട്സ് ഇല്ലേ, ആ പ്രോഡക്ട്സിനൊക്കെ കുറച്ചുകൂടി ഹൈഡ്രേറ്റിംഗ് ഇൻഗ്രീഡിയൻസ് മിക്സ് ആയിരിക്കും. എന്നാൽ അത് ഭയങ്കര പോട്ടൻ്റ് ആയിരിക്കില്ല, എഫക്റ്റീവ്നെസ് ഇച്ചിരി കുറവായിരിക്കും. പക്ഷേ ഈ ഫാർമസി പ്രോഡക്ട്സ് ഇത്ര കൂടെ എഫക്റ്റീവ് ആയിരിക്കും, പോട്ടൻ്റ് ആയിരിക്കും, വില കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ഫാർമസി പ്രോഡക്ട്സ് യൂസ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഞാൻ ഇന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ത് ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റിനെ കുറിച്ച് അറിയാനാണ് താല്പര്യം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്ത് പറയാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ.